ഇങ്ങനെ ഒരു കത്ത് മൃദുലയുടെ കൈ കിട്ടിയാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ശരിയാ, ഈ വേദന അവൾ അറിയാതിരിക്കുന്നതാ നല്ലത്. വേറൊന്നും വേണ്ടച്ച, ജീവിച്ചിരിക്കുന്നു ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. കരയരുത്, മൃദുല ഒന്നും അറിഞ്ഞിട്ടില്ല. വേണു ഊർമിള തിരോധാനം ഒരു കെട്ടുകഥയായിക്കൂടെ? അതിസമർത്ഥനായ ഒരാൾ പടച്ചുണ്ടാക്കിയ നല്ലൊരു കെട്ടുകഥ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ പീറ്ററെ? ഞാനും അത് ആലോചിക്കായിരുന്നില്ല. പിന്നെ പോലീസും കേസും വഴക്കും എന്നൊക്കെ പറയുമ്പോൾ മൃദുലയും കാര്യങ്ങളൊക്കെ അറിയില്ലേ. ഇങ്ങനെ ഒരു കത്ത് മൃദുലയുടെ കൈ കിട്ടിയാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ശരിയാ, ഈ വേദന അവൾ അറിയാതിരിക്കുന്നതാ നല്ലത്. പക്ഷെ നമുക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ? വേണു എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? ഞാനൊരു ബുദ്ധി പറയട്ടെ. നമുക്ക് പത്രത്തിലൊരു പടം കൊടുക്കാം. വേണുവിൻ്റെ അല്ല, ഊർമിളയുടെ. ഊർമിള എവിടെ ഉണ്ടായാലും അവിടെ വേണുവും കാണുമല്ലോ. ഇനി ഇല്ലെങ്കിൽ തന്നെ ഊർമിളയ്ക്ക് അറിയാൻ സാധിക്കുമല്ലോ വേണു എവിടെയുണ്ടെന്ന്. അതൊരു നല്ല വഴിയാണ്. ശരി, നാളെ തന്നെ ഞാൻ ഊർമിളയുടെ പടം പത്രത്തിൽ കൊടുക്കാം. ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ചൂടെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. ചിലപ്പോൾ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായിക്കൊടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താ അച്ഛാ തിരയുന്നത്? ഒരു അഡ്രസ്സാ മോളെ. മനസ്സിലായി. എവിടെയെങ്കിലും തിരിച്ചറിയാൻ കഴിയാതെ ആരുടെയെങ്കിലും അജ്ഞാത ജഡം ഉണ്ടോന്ന് തിരയ അല്ലേ? വേണ്ടച്ച, വെറുതെ സമയം കളയണ്ട. എത്ര തിരഞ്ഞാലും നിരാശയാവും ഫലം. വേണുവേട്ടന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ട ശേഷം ഇതെന്റെ ഒരു പതിവ് പരിപാടിയായിരുന്നു. വേദനിപ്പിക്കുന്ന വാർത്തയൊന്നും കാണരുതേ എന്ന പ്രാർത്ഥനയോടെയാ പത്രം നോക്കുക. ഇന്നും പതിവ് തെറ്റിച്ചില്ല. നെഞ്ചിടിപ്പോടെയാണെങ്കിലും ചരമക്കോളം നോക്കി. വേറൊന്നും വേണ്ടച്ച, ജീവിച്ചിരിക്കുന്നു ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. കരയരുത്, മൃദുല ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ണീര് കണ്ട് അവൾക്ക് സംശയം തോന്നാൻ പാടില്ല. വേണുവേട്ടനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ കരുതാനാ എനിക്കിഷ്ടം. പക്ഷേ അബദ്ധവശ നമ്മൾ ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണുവേട്ടൻ മാത്രമായിരിക്കില്ല നമ്മളെ വിട്ടു പോവുക. കൂട്ടിന് ഊർമിള ഉണ്ടാവും. എങ്കിൽ രണ്ട് ജീവനൊപ്പം ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞും നമ്മുടെയൊക്കെ ക്രൂരത കാരണം ശ്വാസം മുട്ടി തീർന്നിട്ടുണ്ടാവുമല്ലോ ഈശ്വര. ഇവിടെ എല്ലാവരും എനിക്ക് അയിത്തം കൽപ്പിച്ചിരിക്കുക. ചേച്ചി മാത്രം അതിനൊരു അപവാദം. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാത്തവരോടും എൻ്റെ മനസ്സ് മുറിപ്പെടുത്താത്തവരോടും എനിക്ക് പ്രത്യേകിച്ചൊരു കൂറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ചോദിക്കുക,
വേണു എന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് ഊർമിളയുമായി ഒളിച്ചോടിയത് സത്യാണോ? എന്റെ ചോദ്യത്തിന് കടുപ്പം കൂടിയോ? ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താണോ അതേക്കുറിച്ചാ ആര്യ ഇപ്പൊ ചോദിച്ചത്. ആര് പറഞ്ഞു മൃദുലേച്ചി മറക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന്? ഒരാളുടെ മുഖം കണ്ട മനസ്സിലെന്താന്ന് എനിക്ക് നല്ല നിശ്ചയ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദൂരേക്ക് നോക്കിയെന്ന് ചിന്തിക്കുന്നത് മുഴുവൻ ഭർത്താവിനെ കുറിച്ച് മാത്ര അല്ലെന്ന് സ്ഥാപിക്കാൻ ചേച്ചിക്ക് കഴിയോ? കഴിയുമെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ നോക്ക്. ഇനി മറ്റൊരു കുഴപ്പിക്കുന്ന ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ജീവിക്കുക എന്നത് ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത കാര്യ. ഇവിടെ മൃദുലേച്ചിയുടെ വേണുവേട്ടൻ ഊർമിളയ്ക്കൊപ്പം പോയി എന്നറിഞ്ഞിട്ടും മൃദുലേച്ചി വേണുവേട്ടനെ ജീവന തുല്യ സ്നേഹിക്കുന്നില്ലേ? വേണുവേട്ടനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാത്തത് ഒക്കെ മൃദുലേച്ചി സമ്മതിക്കുന്നുണ്ടാണ്. മതി, ഇനി ഇതേക്കുറിച്ച് സംസാരം ചോദ്യം ചെയ്യലൊന്നും വേണ്ട. അത് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. എത്ര ഒളിച്ചോടിയാലും സത്യം സത്യമല്ലാതെ ആവില്ലല്ലോ. മൃദുലേച്ചിയുടെ ചിന്ത ഏത് വഴിക്കാണ് പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞതുമായ സംഭവങ്ങൾ കോർത്തിണക്കി നോക്കി മൃദുലേച്ചി വേണുവേട്ടനെ മായ്ച്ചു കളയാൻ ശ്രമിക്കും തോറും വേണുവേട്ടൻ 10 മടങ്ങ് ശക്തിയോടെ ഈ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അത് ചേച്ചി ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് മാത്രമല്ല, ഭർത്താവ് ചേച്ചിയും ജീവനതുല്യം സ്നേഹിച്ചിരുന്നോണ്ടാ. പിന്നെ അങ്ങനെ ഭാര്യയെ സ്നേഹിച്ചിരുന്ന ഒരാൾ ഏത് വികാരത്തിന്റെ പുറത്താണ് മറ്റൊരുവളിലേക്ക് വഴുതി വീണത്? അയാളെ സ്വാധീനിച്ചത് അവളുടെ സൗന്ദര്യമാണോ, അവളുടെ പെരുമാറ്റമാണോ, അതോ അവളുടെ സമ്പത്താണോ? ചിന്തിച്ചിട്ട് ഇതൊന്നും കാരണമായി എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോ ഈ ഒളിച്ചോട്ടത്തിനിടയിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എന്ത് സംഭവിക്കാൻ? എടുത്തടിച്ച പോലെ ഇങ്ങനെ ചോദിച്ചാ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. എങ്കിലും ഞാൻ ഊഹിച്ചെടുത്ത കാര്യം പറയാം. വേണു ഊർമിള തിരോധാനം ഒരു കെട്ടുകഥയായിക്കൂടെ? അതിസമർത്ഥനായ ഒരാൾ പടച്ചുണ്ടാക്കിയ നല്ലൊരു കെട്ടുകഥ. ആരാ ഇപ്പൊ അങ്ങനെ ഒരാൾ? ഞാനും അതാ അന്വേഷിക്കുന്നത്. ആരാണ് ഈ കഥയിലെ യഥാർത്ഥ കുറുക്കനെന്ന്? ചിലപ്പോ നമ്മളിൽ ചിലർ തന്നെ ആവും ഇതിന് പിന്നിൽ. അവരാരായാലും ശരി, അവരുടെ ലക്ഷ്യം മറ്റൊന്നല്ല. മൃദുലേച്ചിയും വേണുവേട്ടനും തമ്മിലുള്ള വേർപിരിയൽ മാത്രമാണ്. ശ്യാം,
ടീച്ചറെ, എന്താച്ചാ? ഈ പത്രം ഒന്ന് നോക്ക്. ഒരു മിസ്സിംഗ് ന്യൂസ് ഉണ്ട് നമ്മുടെ ഊർമിളയുടെ. ഊർമിളയുടെ? അതെ. എന്താ അമ്മൂമ്മേ? ഒന്നുമില്ല മോളെ. പറയമ്മൂമ്മേ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ നോക്കുന്നേ? മോളുടെ ആന്റിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതെന്താ നോക്കുക. എവിടെ നോക്കട്ടെ? ഹായ്, നല്ല രസം. മോളെ, ഇതാര് കൊടുത്തതാവും? ഏതായാലും പണിക്കര് കൊടുക്കാൻ വഴിയില്ല. സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചാൽ പെറ്റീഷണർ ആരാന്നറിയാം. അതൊന്നും അറിയണല്ലോ അച്ഛാ. ആരാണെങ്കിലും അവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയാലോ. ശരിയാ. താൻ മോളുടെ എന്താ പത്രം ഒന്ന് വാങ്ങിക്കുക. ആ, ഊർമിളയോടൊന്ന് ചോദിക്കാം. എന്താ സംഭവിച്ചെന്ന് അറിയാമല്ലോ. ആന്റി, ദേ നോക്കിയേ, പത്രത്തിൽ ആന്റിയുടെ പടം. എന്ത് രസവാ. എന്റെ പടം എവിടെ നോക്കട്ടെ. ആരാ മോളെ ഈ ന്യൂസ് പത്രത്തിൽ കൊടുത്തത്? അറിയില്ലമ്മേ. ചിലപ്പോ വേണുവായിരിക്കും. വേണു എന്ന് പറയുമ്പോ? ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയോട് ഹരിയേട്ടന്റെ ഫ്രണ്ട് വേണുവിനെ കുറിച്ച്. ഹരിയേട്ടൻ ജയിലിലായപ്പോ എന്റെ സംരക്ഷണം ഏറ്റെടുത്തത് വേണുവാ. ഓ, അതിന്റെ പേരില് ആ കൊച്ചൻ അനുഭവിച്ച യാതനകളൊക്കെ മോള് പറഞ്ഞിരുന്നല്ലോ. വളരെ നല്ലവനാ വേണു. സ്വന്തം ജീവിതത്തെ, ഭാര്യ, മക്കളെ ഒക്കെ മാറ്റി നിർത്തിയിട്ടാ അയാൾ എന്നെ സഹായിക്കാൻ ശ്രമിച്ചത്. വേണു എനിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം അയാളുടെ ദുരന്തമാവുമെന്ന് മനസ്സിലായപ്പോഴാ ഞാൻ എവിടേക്ക് നില്ലാതെ ഇറങ്ങി നടന്നത്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്ത എനിക്ക് മരണം സംഭവിച്ചാലും വേണു രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു അപ്പോഴെന്റെ ചിന്ത.